നടന്നു വരും കേട്ടാ തണുപ്പത്ത് പാല് വാങ്ങിയിട്ട്. പാലോടി പാലിൻ്റെ കുപ്പി ഷർട്ടും കൂടിയിട്ട് ഒരേപോലെ പാലിനെ കാണുന്നില്ല. അറിയില്ല കേട്ടാ. തണുപ്പുണ്ടോ നടക്കുമ്പോൾ? കുറേ തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ. നല്ല പഴുത്ത തക്കാളി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സിമ്പിൾ കറിയാണ്, തക്കാളി ഒഴിച്ച കറിയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടേ, കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അഡ്വാൻസ് അല്ലേ, നാളെയും ക്രിസ്മസ്. എന്നാലും അഡ്വാൻസ് ആണത്. ഹാപ്പി ന്യൂ ഇയർ. ഈസി തക്കാളി കറി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കഴിയതാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് ഇതാക്കണം കേട്ടോ. പിന്നെ വേണ്ട അപ്പം അച്ഛൻ വലിയ ഭക്ഷണമാക്കും. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി വെച്ചുണ്ടാക്കുക, ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി വെച്ചിട്ടുണ്ടാക്കാം. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും വെച്ചുണ്ടാക്കാം. ഏതാണുള്ളത് അത് വെച്ചുണ്ടാക്കും. പിന്നെ ഇല്ലാത്തത് വെച്ചുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് എ ലോജിക്. ഉണ്ണിക്ക് സന്തോഷം എന്താ അറിയാ, സ്കൂൾ കൂട്ടിയിട്ട് വലിയ സന്തോഷമൊന്നുമില്ല പഠിക്കാനുള്ളത് കൊണ്ട്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയോ? ഇവിടെ നല്ല ആഘോഷം, എല്ലായിടത്തും നല്ല ആഘോഷം കേട്ടോ. എല്ലായിടത്തും നല്ല ആഘോഷം തന്നെ. കരോളുണ്ട്, ഞങ്ങൾ കരോള് കാണാൻ പോകും 27-ാം തീയതി. 27-ാം തീയതി കരോള് കാണാൻ പോകുമല്ലോ. തണുപ്പുണ്ട്, അത് ആദ്യം പറയാം. എല്ലാവരും എല്ലാ ദിവസവും ഉണ്ടല്ലോ പച്ചക്കായി തണുത്തിട്ട് വിറക്കുക. എൻ്റെ ഇപ്പോഴത്തെ വേഷം കണ്ട നിങ്ങൾ ഞെട്ടും. ഉണ്ണി അച്ഛൻ്റെ പനിയിലിട്ട് നടക്കണം വലുത്. എന്നെക്കാളും 1.5 അടി വലിപ്പമുണ്ടത്. എന്നെക്കാളും 1.5 അടി വലിപ്പമുണ്ട്. അത് നോക്ക്, വലിയ പനി നിൽക്കുകൊണ്ട്. നമുക്ക് തക്കാളിക്കറി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ചൂടാവട്ടെ. കുറച്ച് കടുക്, ഒരു നുള്ളു ഉലുവ, 4 മണി ഇട്ടാ. ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാള, നന്നായി വഴണ്ട് വരാം. പാട്ട് കഴിക്കണം ക്രിസ്മസിൻ്റെ. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്. ഒക്കെ മൂത്ത് വന്നു. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്തത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കട്ടെ. മൂത്ത് വന്ന് പൊടികൾ, ഒരു 5 തക്കാളി ഇട്ടാ, കുറച്ച് കറിവേപ്പില, ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. വേറട്ടെ, അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. കുറച്ച് തേങ്ങ പൂണ്ടെടുക്കട്ടെ, കുറച്ച് മതി. പാട്ട് വരേണ്ടതാണ്, സ്പീഡാക്കണം കേട്ടോ. കഴിഞ്ഞ അത്രയും മതി കേട്ടോ. തേങ്ങ, കുറച്ച് തേങ്ങ, ഒരു 3 ചെറിയ ഉള്ളി കൂടി നന്നായി അരച്ചിട്ട് വരാം. നമ്മുടെ തക്കാളി വെന്താ നോക്കാം. വേണ്ട, തക്കാളി വെന്തൂട്ടാ.
ഇനി അരപ്പൊഴിച്ച് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ കറി തിളച്ചു. ഇത്രയും മതി കേട്ടോ. ഇനി താളിക്കേണ്ട കാര്യമില്ല. സൂപ്പർ ടേസ്റ്റ് കറിയാണത്. ഓ നല്ല അടിപൊളി കറി തന്നെ. കുറച്ച് അവരക്കുണ്ട് ഉപ്പേരി വെക്കട്ടെ. കാര്യമായിട്ട് നോക്കണം. അവരക്കുണ്ട് കേട്ടോ. അവരക്കാണോ അമരക്കാണോ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ അവിടെയൊക്കെ അമരക്കാന്ന് പറയുക. അമ്മ അവരക്ക വാ എന്നാ പറയാ. ചിലയുടെ അമരക്കാന്ന് പറയുന്നൊക്കെ ഏതാണെന്ന് ശരി. അമരപ്പയർ എന്നൊക്കെ പറയാം. ഉപ്പേരി വെക്കാൻ കേട്ടോ. ഇപ്പം നടുവൊക്കെ പൊളിച്ച് നേരെ നോക്കണം. ഓ പുഴു ഉണ്ട് കേട്ടതാ. ഇതാട്ടെ നടുവ് പൊളിക്കണം കേട്ടോ. അല്ലാണ്ട് ഈ അവരൊക്കെ കഴിക്കാൻ വെക്കുക. ഞാൻ എപ്പോഴും നേരാക്കുമ്പോൾ നടുവ് പൊളിക്കും. എന്നിട്ട് കൂട്ടിയായിരിക്കും. ഇത് നന്നായി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് ഒരു 5 പ്രാവശ്യം കഴുകിയെടുക്കും. പ്രോസസ്സാണ്. അയ്യോ പച്ചക്കറി കഴുകാൻ ഭയങ്കര പണിയാണ്. കഴിയണത് അവരക്ക ഉപ്പേരിയാണ് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എന്നൊക്കെ സിമ്പിൾ കറിയാണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ. പൊട്ടട്ടെ പൊട്ടട്ടെ. പച്ചമുളകും സവാളയും സാധാരണ കുറച്ച് കറിവേപ്പില. അവരക്ക ഇതിന് ഒരു പുഴുവോ കണ്ടുള്ളൂ. ഇതിന് ഒരു പുഴുവോ കണ്ടുള്ളൂ പറയും. ഇതൊക്കെ പോയാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വേഗം അടച്ചു വെച്ചു. തക്കാളി കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചൂട് ചോറ് അടുപ്പിൻ്റെ ചോറിൽ നിന്നിട്ട് കഴിച്ചെടുത്താൽ അടിപൊളി തക്കാളി കറി. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. എല്ലാവരും വെക്കും. നല്ല മീൻ കറി ടേസ്റ്റ്. അവള് ആസ്വദിച്ച് പറയും. അത് പറഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റമില്ല. എന്താ ചെയ്യാ അമ്മയുടെ കഴിവേന്ന് കഴിക്കണേല്ലേ അതിനുള്ള അഭിപ്രായം പറയുന്നു. ആ ശരി. ഞങ്ങളുടെ വീട്ടിലെ പുതിയ സ്റ്റാറല്ലേ ബൾബാണ് കേട്ടോ. ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്നതാണ്. എങ്ങനെയുണ്ട്? വെറൈറ്റി ബൾബാ. തലകറങ്ങണത് എനിക്ക് നോക്കണ്ട. ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ് കേട്ടാ. അച്ഛൻ ഈ ബൾബ് ഇഷ്ടപ്പെട്ടു അത്രേ. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാട്ടാ. താഴത്തേക്ക് നോക്കൂ. ഇത് രാത്രി ക്രിസ്മസിൻ്റെ കരോളാണ് കേട്ടോ. ഇവിടെ വന്ന കരോളാണ്. സൂപ്പർ ലൈറ്റൊക്കെ ഉണ്ട്. നിറച്ച് ലൈറ്റും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാം ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാട്ട് മ്യൂട്ട് ചെയ്താണ്. പള്ളിയിലത്തെ ആണ്ടാ ബൊമ്മകൾ, കരടി, മുയൽ, പിന്നെന്താണ് പൂച്ചയോ ഗൊറില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.